രാവിലെ നല്ല സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് ചേമ്പ്, ഒരു കഷ്ണം ചേമ്പുണ്ടായിരുന്നു, ചേമ്പ്, ചേന, എല്ലാം കുറേശ്ശെ എല്ലാം ലാസ്റ്റ് കുറച്ച് പച്ചക്കറി കിടന്നെല്ലാം കൊടുത്തൊരു സാമ്പാറിന് രാവിലെ ഒരു കടുവറുക്കൽ എന്താ ഒരു നമ്മുടെ ചെറിയ കുഞ്ഞു ചീനിച്ചട്ടിയാണ്. ഇതിനകത്തൊരു കറി വെക്കൽ, ഒരു കടുവറുക്കൽ. ഇതൊക്കെ എനിക്ക് സെറ്റിങ്സ് ഒന്നും ചെയ്തൊന്നും വെക്കുന്നതൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കുന്നത് ശരിക്കും ഇതല്ല, ദോശയ്ക്ക് മാവ്. ഇത് രാവിലത്തെ പരിപാടി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഞാൻ വിചാരിച്ചില്ല ഇത്രയും വേദനയിലേക്ക് വരുമെന്ന്. കാരണം നമ്മുടെ ഒരു നിമിഷം നമ്മുടെ മുന്നിൽ നടക്കുന്ന എന്താ, നമ്മുടെ പിന്നിൽ നടക്കുന്ന എന്താണെന്ന് നമുക്കറിയില്ല. നമ്മളെല്ലാവരും ഒന്നുമില്ലാതെ ജീവിക്കുന്നത്ര തന്നെ. ഞാൻ അവിടുന്ന് വന്നിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ച സമയത്ത് അതിനകത്തുനിന്നൊരു തേങ്ങ ചമ്മന്തിക്കകത്തൊരു ചിരട്ടയുണ്ടായിരുന്നു. അത് തലയിൽ കൊണ്ട് കയറി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് എടുത്തിട്ട് ആ ഡോക്ടർ എന്നാൽ പറഞ്ഞാൽ മതിയായിരുന്നു, ആ പല്ല് ഒടിഞ്ഞു പോയി പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ പോലെ വന്നപ്പോൾ അവർ ഫിസിഷ്യനെ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ട്. നമ്മൾ പിന്നെ ഡോക്ടറെ കണ്ടതൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരു 10-12, എൻ്റെ കൊച്ചാമ്മ മരിച്ചിട്ട് 10-12 ദിവസം ശരിക്കും ആഹാരം പോലും കഴിച്ചില്ല. കാരണം ആഹാരമൊന്നും കഴിക്കാൻ പറ്റൂല. കഴിക്കുമ്പോൾ ആ പല്ലിൽ തട്ടും. അങ്ങനെ ഇന്നലെ നമ്മൾ പോയി. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് നല്ലൊരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട് പല്ലെടുക്കും. അങ്ങനെ കലൈനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ പോയി. അന്നേരം ആ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുക്കുന്നതിന് മുമ്പ് തന്നെ പല്ലിൽ തൊട്ടപ്പോൾ അവർ പറഞ്ഞു ആ പല്ല് ഒടിഞ്ഞു പോയി. നല്ല പല്ലായിരുന്നു. ഇല്ല. എന്നിട്ട് അവർ പറഞ്ഞ് ആ പല്ല് ഒടിഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ആ ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ആ പല്ല് നമുക്ക് എടുത്ത് കളയായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഒടിഞ്ഞിട്ട് പിന്നെ അവർ ആ പല്ല് മരവിപ്പിച്ച പല്ല് എടുക്കാൻ തുടങ്ങിയ ഉടനെ ആ പല്ല് പിടിച്ചപ്പോഴത്തേക്ക് പല്ല് ആദ്യം തന്നെ പറഞ്ഞിഞ്ഞ് വന്നു. പിന്നെ അള്ളാഹുവേ, എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുക. മരവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുറ്റിയായിപ്പോയി, കുറ്റി എടുക്കാനെ കൊണ്ട്. പിന്നെ എടുത്ത് 2-3 തയ്യലൊക്കെ ഉണ്ട്. എന്നാലും അതാണ് എനിക്കിനെ കൊണ്ട് വേദന കുറവുണ്ട്. പിന്നെ നമുക്കങ്ങനെ കിടക്കാൻ പലയിടത്തും നമ്മൾ കിടക്കാൻ പറ്റുള്ളല്ലോ. അങ്ങനെ അതാണ് പറയുന്നത്, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വെച്ചാലും അത് എവിടെ ഇരുന്നാലും നമ്മളെ തേടി വരുമെന്ന് പറയുന്നത്. അതാണ് കേട്ടാ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഥയും കൊണ്ട് വന്നതാണെന്നൊന്നും പറയണ്ട കേട്ടാ.